കൊല്ലം ഉളിയക്കോവിലെ ഫെബിനെ കൊലപ്പെടുത്തിയ തേജസ് രാജ് ലക്ഷ്യമിട്ടിരുന്നത് ഫെബിന്റെ സഹോദരിയെ. പെൺകുട്ടിയെ കൊലപ്പെടുത്തി പെട്രോൾ ഒഴിച്ച് ജീവനൊടുക്കാനായിരുന്നു തേജസിന്റെ നീക്കം. വിവാഹം മുടങ്ങിയതിലെ വൈരാഗ്യമാണ് കാരണം. ഫെബിനെ കുത്തുന്നതിന് മുമ്പ് ഫെബിന്റെയും അച്ഛന്റെയും ശരീരത്തിലേക്ക് തേജസ് പെട്രോൾ ഒഴിച്ചിരുന്നു. കാറിനുള്ളിലും മറ്റൊരു കുപ്പിയിലുമായി പെട്രോൾ കണ്ടെത്തിയിട്ടുമുണ്ട്. വിവരങ്ങളുമായി മിഥുൻ മുരളിയുണ്ട്. മിഥുൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദൃശ്യ ഇന്നലെ ഈ സംഭവം നടന്നപ്പോൾ മുതൽ ഇതിന് പിന്നിൽ എന്താണ് സംഭവിച്ചത്, എന്താണ് കാരണം എന്നുള്ളതായിരുന്നു പോലീസും നാട്ടുകാരും ഒരേപോലെ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു അഭ്യൂഹമായിട്ട് പല കാര്യങ്ങൾ നിലനിൽക്കുകയുമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് അതിനെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് പോലീസ് പറയുന്നത് ഈ അക്രമം നടത്തിയ തേജസ് രാജും കൊല്ലപ്പെട്ട ഫെബിൻ്റെ സഹോദരിയും തമ്മിൽ ദീർഘനാളത്തെ പരിചയം ഉണ്ടായിരുന്നു. അവർ ഒരുമിച്ച് പഠിച്ചതാണ്. +2 മുതൽ അവർ ഒരുമിച്ച് പഠിച്ചു. സൗഹൃദമുണ്ടായി. ആ സൗഹൃദം പ്രണയബന്ധത്തിലേക്കും ഒരു ഘട്ടത്തിലേക്ക് പോവുകയും അത് വീട്ടുകാരെ അറിയിച്ച് വിവാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഒരു ഘട്ടം എത്തിയപ്പോൾ ഈ ഫെബിൻ്റെ സഹോദരി യുവതി ഈ വിവാഹത്തിൽ നിന്നും പിന്തിരിയണമെന്ന ആവശ്യവുമായിട്ട് ഈ ആക്രമണം നടത്തിയ ആളോട് പറയുകയും പിന്നീട് അത് സംബന്ധിച്ചിട്ടുള്ള വാക്കുതർക്കങ്ങളൊക്കെ പതിവായി പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയായിരുന്നു എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തേജസ് രാജുമായിട്ടുള്ള വിവാഹബന്ധത്തിന് താല്പര്യമില്ല എന്ന ഈ യുവതി വീട്ടുകാരെയും തേജസിൻ്റെ കുടുംബങ്ങളെയും തേജസിനെയും എല്ലാം അറിയിക്കുന്നു. പക്ഷേ വിവാഹത്തിൽ നിന്നും പിന്മാറാൻ തേജസ് തയ്യാറാകുന്നില്ല. നിരവധി തവണ യുവതിയെ പിന്തുടർന്ന് എത്തി വിവാഹവുമായി മുന്നോട്ട് പോകണമെന്ന് തേജസ് അറിയിക്കുകയായിരുന്നു. തേജസിൻ്റെ ഈ യുവതിയെ പിന്തുടർന്ന് ശല്യം ചെയ്യുന്നതിനെതിരെ ഫെബിൻ്റെ ബന്ധുക്കളും വീട്ടുകാരും തേജസിൻ്റെ കുടുംബത്തെ ഇനി ഇങ്ങനെ ശല്യം ചെയ്യരുത് എന്ന നിരവധി തവണ അറിയിക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ ആ കാര്യങ്ങളിലൊന്നും 10 മുതൽ ഞാൻ അവിടെ കൗൺസിലറായിരുന്നു, 10 വരെ. എനിക്ക് ഏറ്റവും അറിയുന്ന ഒരു കുടുംബമാണ്. കുട്ടികൾ കുഞ്ഞായിരുന്നപ്പോൾ തൊട്ട് അറിയാവുന്നതാണ്. നല്ല അടുപ്പമുള്ളൊരു ഫാമിലിയാണ്. ഇല്ലില്ല, അവർ വളരെ ക്വയറ്റ് ഫാമിലിയാണ്. അദ്ദേഹത്തിൻ്റെ തുച്ഛമായ വരുമാനത്തിൽ ഒതുങ്ങിക്കൂടി ജീവിച്ച ഒരു കുടുംബമാണ്. അവർ ഭയങ്കര ഇൻറ്റിമസിയാണ് ഫാമിലി. പപ്പയും അമ്മയും കൊച്ചുങ്ങളും നല്ല ഇൻറ്റിമസി ഉള്ളൊരു ഫാമിലിയാണ്. അവരൊരുമിച്ച് പള്ളിയിൽ പോകും, ഒരുമിച്ച് എപ്പോഴും ഒരുമിച്ചുണ്ടാവും എല്ലാവരും. ഭയങ്കര ഷോക്കായപ്പോൾ എനിക്ക് കേട്ടപ്പോൾ സഹിക്കാൻ. കാര്യം 3 ദിവസം മുമ്പ് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും എൻ്റെ അടുത്ത് വന്നു. ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര, ഇങ്ങനൊരു സംഭവം നടക്കേണ്ട ഒരു വീടല്ല. അപ്പോൾ അതിൻ്റേതായ ഒരു ഷോക്ക് ഭയങ്കരമായിട്ടുണ്ടായി. ഇന്നത്തെ കാലഘട്ടത്തിൽ പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും ഇഷ്ടമൊക്കെ തോന്നുമല്ലോ. അതിൻ്റെ പേരിൽ കൊലപാതകം അല്ലല്ലോ അവസാനം. അവർക്ക് നല്ലതെന്ന് തോന്നുമ്പം തിരിച്ചറിയാൻ പറ്റുന്ന സമയത്ത് തിരിച്ചറിവിൽ ഒരു മാറ്റം സംഭവിക്കുന്നത് സ്വാഭാവികമല്ലേ. അതിന് ഇങ്ങനൊരു ഇത്രയും ധാരണ ആൺകുട്ടി എന്ന് പറഞ്ഞാൽ എത്രയോ ആ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ഒരു കുട്ടിയാണ്. ആ പിതാവിനാണ് ഹാർട്ടിന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ഇനി തുടർന്ന് ജോലി ഉള്ള ആളാണ്. ഈ കുട്ടിയുടെ വിദ്യാഭ്യാസം കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊല്ലം ഉളിയക്കോവിലെ ഫെബിനെ കൊലപ്പെടുത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തേജസ് രാജ് ലക്ഷ്യമിട്ടിരുന്നത് ഫെബിൻ്റെ സഹോദരിയെ കൊലപ്പെടുത്തുകയായിരുന്നു. പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം പെട്രോൾ ഒഴിച്ച് ജീവനൊടുക്കുകയായിരുന്നു തേജസിൻ്റെ നീക്കം.